PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു SCERT പാഠപുസ്തകമാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിന്റെ പേര് ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പൊ നമ്മൾ SCERT സീരീസുകൾ ചെയ്യുന്നുണ്ട് അല്ലെ. നമുക്കറിയാം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാറിയിട്ടുള്ള 5, 7, 9 ക്ലാസ്സിലെ SCERT പാഠപുസ്തകങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിൽ നമ്മൾ ഓൾറെഡി 5ാം ക്ലാസ് നോക്കി, 7ാം ക്ലാസ് നോക്കി, ഇപ്പൊ 9ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കുന്നത്. ഓൾറെഡി 9ാം ക്ലാസ്സിൽ 2 ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് 3ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അതുപോലെ തന്നെ PSC സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് SCERT പഠിക്കാൻ ആയിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. SCERTന്റെ ചോദ്യം ഉത്തരം എന്ന രീതിയിൽ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാറിയിട്ടുള്ള പാഠപുസ്തകത്തിന്, നേരത്തെ ഉണ്ടായിരുന്ന പാഠപുസ്തകത്തിനൊക്കെ ആസ്പദമാക്കി സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചോദ്യം ഉത്തരമായിട്ട് SCERT കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക കേട്ടോ. SCERT എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി. അപ്പൊ പഠിക്കാം ഭൂമിദാനവും ഇന്ത്യൻ സമൂഹവും എന്ന് പറയുന്ന ചാപ്റ്റർ. രാജാവായിരുന്ന വിന്ധ്യശക്തി രണ്ടാമൻ 355 മുതൽ 400 CE പുറപ്പെടുവിച്ച ഒരു ഉത്തരവാണ് മുകളിൽ കൊടുത്തിരുന്നത്. രാജാവിന്റെ കൈവശമുള്ളതിൽ കുറച്ചു ഭൂമി പ്രത്യേക അവകാശങ്ങളുടെ ബ്രാഹ്മണർക്ക് കൈമാറാൻ സംബന്ധിച്ചാണ് ഉത്തരവിൽ പരാമർശിക്കപ്പെടുന്നത്. ഇത് ഭൂമിദാനം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഭൂമിദാനത്തെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ വേഗം പരാമർശിക്കപ്പെടുന്നത്. ബുദ്ധികാല കൃതികളിൽ ഭൂമിദാനത്തെ കുറിച്ച് സൂചനകൾ കാണാം. എന്നാൽ അത് വ്യാപകമായതും ദൂരവ്യാപകമായ ഫലങ്ങൾ സൃഷ്ടിച്ചും മൗര്യന്മാർക്ക് ശേഷമാണ്. മൗര്യ രാജവംശത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി രാജവംശങ്ങൾ അധികാരത്തിൽ വന്നു. അപ്പൊ ഇവിടെ ഒരു പിക്ചർ പോലെ കൊടുത്തിട്ടുണ്ട്. പുരുഷന്മാരും ഗുപ്തന്മാരും ശതവന്മാരും ചോളന്മാരും ചേരന്മാരും പാണ്ഡ്യന്മാരൊക്കെ ഭരിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു പിക്ചർ. ഭൂമിദാനം. ഇവരിൽ ഡെക്കൻ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിരുന്ന ശതവാഹ രാജാക്കന്മാർ അന്നത്തെ സാമൂഹ്യ ഘടനയിൽ മുന്നിൽ നിന്നിരുന്ന ബ്രാഹ്മണരെ പ്രീതിപ്പെടുത്താനായി അവർക്ക് ഭൂമിദാനം നൽകുന്ന വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചു. 4ാം നൂറ്റാണ്ടോടുകൂടി പാടലിനിപുത്രം കേന്ദ്രമാക്കി അധികാരത്തിൽ വന്ന ഗുപ്ത രാജാക്കന്മാരുടെ കീഴിൽ ഈ വ്യവസ്ഥ വിപുലീകരിക്കപ്പെട്ടു. അപ്പൊ എന്താണ്, ഇവര് ഡെക്കാൻ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിരുന്ന ശതവാഹ രാജാക്കന്മാര് അന്നത്തെ സാമൂഹികയുടെ മുന്നിൽ നിന്നിരുന്ന ബ്രാഹ്മണന്മാരെ പ്രീതിപ്പെടുത്താനായിട്ട് എന്ത് ചെയ്തിരുന്നു, അവർക്ക് ഭൂമിദാനം നൽകുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. ഗുപ്തരാജാക്കന്മാർ. ഗുപ്തരാജ്യത്തിന്റെ സ്ഥാപകൻ ശ്രീഗുപ്തനാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഗുപ്തരാജവംശ സ്ഥാപകൻ ആരാണ്? ശ്രീഗുപ്തൻ ആയിരുന്നു. മറ്റു രാജാക്കന്മാർ ഏതൊക്കെയായിരുന്നു? ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്ത രണ്ടാമൻ, കുമാരഗുപ്തൻ, അതുപോലെ സ്കന്ദഗുപ്തൻ. അപ്പോ ശ്രീഗുപ്തനാണ് സ്ഥാപകൻ. അതുകൂടാതെ തന്നെ മറ്റും പ്രശസ്തരായിട്ടുള്ള ഭരണാധികാരികളൊക്കെയായിരുന്നു ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, കുമാരഗുപ്തൻ ആൻഡ് സ്കന്ദഗുപ്തൻ. ഭൂമിദാനത്തിന്റെ വ്യത്യാസം എന്താണ്? ശതവന്മാരും ഗുപ്തന്മാരും ഭൂമിയിൽ വിഭവങ്ങൾക്ക് അവകാശം മാത്രം നൽകി. അപ്പൊ ശതവന്മാർ എന്ത് ചെയ്തിരുന്നു? ഭൂമി ദാനം ചെയ്യുമ്പോൾ അതിലെ ഭൂമിയിലെ വിഭവങ്ങൾക്ക് മാത്രമായിരുന്നു അവകാശം നൽകിയിരുന്നത്. പക്ഷെ ഗുപ്തന്മാരോ ഭൂമിയിലെ വിഭവങ്ങളോടൊപ്പം അവിടെ വസിക്കുന്ന ജനങ്ങൾക്ക് മേലുള്ള അധികാരങ്ങളും നൽകി. ഭൂമിയിലെ വിഭവം അവർക്ക് നൽകിയത് കൂടാതെ അവിടെ വസിക്കുന്ന ജനങ്ങളുടെ മേലുള്ള അധികാരങ്ങളും ഭൂമിദാനത്തിലൂടെ നൽകിയിരുന്നു. ഗുപ്തകാലത്തിൽ ഭൂമിദാന പ്രക്രിയയിലൂടെ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ദാനം ചെയ്യപ്പെട്ട ഭൂമിയിൽ രാജാവിന്റെ സ്വാധീനം കുറഞ്ഞു. അപ്പൊ രാജാവ് ഗുപ്തകാലഘട്ടത്തിൽ ഭൂമി ദാനം ചെയ്യുവാണെങ്കിൽ എത്ര ഭൂമിയാണ് പതിച്ചു കൊടുത്തിട്ടുള്ളത്, അവിടുത്തെ ആ ഒരു സ്വാധീനം രാജാവിന് കുറയാൻ തുടങ്ങി. ദാനം ചെയ്യപ്പെടുന്ന ഭൂമിയിൽ നിന്ന് നികുതി പിരിവിനും നീതിന്യായ നിർവഹണത്തിനും അധികാരം ഭൂമുടസ്ഥയ്ക്കൊപ്പം കൈമാറ്റം ചെയ്യപ്പെട്ടു. അപ്പൊ ആർക്കാണോ രാജാവ് ആ ഭൂമി കൈമാറ്റം ചെയ്യുന്നത് അവരിലേക്ക് എന്ത് ചെയ്യപ്പെട്ടു? ഭൂനികുതി പിരിക്കാനും നീതിന്യായത്തിനുമുള്ള അവകാശം കൂടി കൈമാറ്റം ചെയ്യപ്പെട്ടു. ദാനമായി കിട്ടുന്ന ഭൂമി തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വീണ്ടും ദാനമായി നൽകാനുള്ള അവകാശം ഭൂമി ദാനമായിട്ട് കിട്ടിയവർക്ക് ലഭിച്ചു. അപ്പൊ ആർക്കാണോ ദാനം ലഭിച്ചത് അവർക്ക് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ദാനം കൊടുക്കാനുള്ള അവകാശം ലഭിക്കുകയുണ്ടായി. ക്രമേണ രാജ്യവും പ്രഭുക്കളും തങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്കുള്ള പ്രതിഫലം പണമായി അല്ലാതെ ഭൂമിദാനത്തിന്റെ പേരിൽ രൂപം നൽകാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു ഭൂമിദാനമായിട്ട് നൽകുമ്പോൾ ആ ഒരു ഭൂമിയോടൊപ്പം എല്ലാ വ്യവസ്ഥകളും, അല്ലെങ്കിൽ അവിടുത്തെ നികുതി പണമായിക്കോട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ ക്രമസമാധാന പരിപാലനമായിക്കോട്ടെ, അധികാരമായിക്കോട്ടെ, എല്ലാം തന്നെ ആ ഒരു വ്യക്തിയിലേക്ക് കൈവശം പെടാൻ തുടങ്ങി. പിന്നീട് കാലത്ത് ക്രമേണ രാജാവും പ്രഭുക്കന്മാരും തങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്ക് പ്രതിഫലം കൂടാതെ ഭൂമി ചോദിച്ചു വാങ്ങാൻ തുടങ്ങി. കാരണം എന്താ, പ്രതിഫലം ആ തീർന്നു പോയേക്കാം, പക്ഷെ ഭൂമിദാനമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഒരു കിട്ടിയ പ്രദേശത്ത് അധികാരം മൊത്തം ആ ലഭിച്ച ആൾക്ക് ലഭിക്കുന്നതാണ്. രാജാവിൽ നിന്ന് ഏറ്റവും അധികം ഭൂമി ലഭിച്ചത് ബ്രാഹ്മണർക്കാണെങ്കിലും ക്രമേണ മറ്റു വിഭാഗങ്ങൾക്ക് ഭൂമിദാനം ലഭിച്ചു തുടങ്ങി. ആദ്യം ഏറ്റവും കൂടുതൽ ലഭിച്ചത് ബ്രാഹ്മണന്മാർക്കാണെങ്കിലും പിന്നീട് എന്താണ്, മറ്റു വിഭാഗക്കാർക്കും കൂടി ഭൂമിദാനമായിട്ട് ലഭിക്കാൻ തുടങ്ങി. അപ്പൊ ഗുപ്ത കാലഘട്ടത്തിൽ ഭൂമിദാന പ്രക്രിയ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്താണ്? ആർക്കാണോ രാജാവ് ഭൂമിദാനമായി നൽകുന്നത് ആ കിട്ടിയ ആൾക്ക് ഫുൾ അധികാരം ആ ഒരു വസ്തുവില് ലഭിക്കാനായിട്ട് തുടങ്ങി. ഇനി ഇങ്ങനെ ഭൂമിദാനം വ്യാപകമായതോടെ സമൂഹത്തിൽ വലിയ സമ്പത്തും സ്വാധീന ശേഷിയുമുള്ള
ഭൂ ഉടമയുടെ ശക്തമായ ഒരു വിഭാഗം രൂപം കൊണ്ടു. ഭൂമിയിൽ പണിയെടുക്കുന്ന അടിയാളർ, അവകാശങ്ങളില്ലാത്തവർ ഭൂ ഉടമകളുടെ ആശ്രിതമായി തീർന്നു. ഈ വ്യവസ്ഥകൾ കർഷകരും കർഷക തൊഴിലാളികളും അടിമകളും ഭൂമിയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥിതിയായിരുന്നു. അവർ ഓരോ മണ്ണിൽ തന്നെ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്തു. അവരുടെ ഉടമകൾക്ക് വേണ്ടിയാണ് അവർ അധ്വാനിച്ചതത്രയും. സമൂഹത്തിന്റെ താഴ്ത്തട്ടിലുള്ളവർ മേലെത്തട്ടിലുള്ളവർക്ക് നികുതിക്ക് പുറമെ സൗജന്യ സേവനം നൽകേണ്ടതായിരുന്നു. ഈ വ്യവസ്ഥയ്ക്ക് സമാന്തര വ്യവസ്ഥയെന്നും ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇക്കാലത്ത് കർഷക രംഗത്ത് പുരോഗതി പ്രകടമായിരുന്നു. അപ്പൊ എന്താണ്, ആ ഒരു കാലഘട്ടത്തെ ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന രീതിയിലൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതായത് എന്താ, ആ ഒരു ഭൂമി ലഭിച്ചവർക്ക് അതിന്റെ ഉടമസ്ഥാവകാശം പൂർണ്ണമായിട്ട് ലഭിക്കുകയും അതിന്റെ അധിപൻ ആ ഒരു വ്യക്തിയായി തീരുകയും ഒക്കെ ചെയ്തു. കൃഷി വ്യാപനത്തിൽ സഹായിച്ച ഘടകങ്ങൾ. കൃഷിക്ക് കിടന്ന പ്രദേശങ്ങൾ പോലും കൃഷിക്ക് ഉപയോക്തമാക്കാൻ തുടങ്ങി. പുതിയ സാമൂഹ്യ വ്യവസ്ഥ കൃഷിക്ക് ആവശ്യമായ തൊഴിൽ ശക്തി പ്രദാനം ചെയ്തു. കൃഷിയുടെ സാങ്കേതിക വിദ്യയും കാലാവസ്ഥയും സംബന്ധിച്ച് ബ്രാഹ്മണർക്ക് ഉണ്ടായിരുന്ന അറിവ്, വിവിധ തരത്തിലുള്ള ജലസേചന മാർഗങ്ങളൊക്കെ എന്താണ്, കൃഷിയുടെ വ്യാപനത്തിന് സഹായിക്കുന്ന കാരണങ്ങളായിട്ട് തീർന്നു. ഇനി ഗുപ്തകാലത്ത് ജലസേചന മാർഗങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഒന്ന്, അണക്കെട്ടുകളാണ്. ഗുജറാത്തിലെ സുദർശന തടാകം സ്കന്ദഗുപ്തൻ പുതുക്കി പണിതു. മറ്റൊന്ന് മഴവെള്ളം. ഏറ്റവും പ്രധാനപ്പെട്ട ജലസ്രോതസ് ഗുപ്തകാലഘട്ടത്തിൽ മഴവെള്ളമായിരുന്നു. ഗഡിയന്ത്രം, അതായത് അരക്കട്ട, ഒരു ചക്രത്തിൽ ഘടിപ്പിച്ച് കുടങ്ങൾ ചക്രം കറക്കുമ്പോൾ വെള്ളം ഉയർത്തി പാടത്തേക്ക് ഒഴിക്കുന്ന ഗഡിയന്ത്രം ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. കുളം ജലസംഭരണം, മഴവെള്ളം ശേഖരിച്ചു വെച്ച് കൃഷിക്ക് ഉപയോഗിച്ചു. ദക്ഷിണേന്ത്യൻ ജലസംഭരണികൾ നിർമ്മിച്ചു. ഉത്തരേന്ത്യൻ കുളങ്ങൾ നിർമ്മിച്ചു. ഇനി കനാലുകൾ, കിണറ്റിൽ നിന്നും ഉയർത്തുന്ന ജലം ചാലുകളിലൂടെ കൃഷിയിടങ്ങളിലേക്ക് എത്തിച്ചൊക്കെ ഈ ഒരു ഗുപ്ത കാലഘട്ട ജലസേചന മാർഗങ്ങളായിരുന്നു. കുളങ്ങളും ജലസംഭരണികളും ഉണ്ടായിരുന്നു, ഗഡിയന്ത്രം ഉണ്ടായിരുന്നു, മഴവെള്ളം, അണക്കെട്ടുകൾ, കനാലുകൾ ഒക്കെ ഗുപ്ത കാലഘട്ടത്തിൽ ജലസേചന മാർഗങ്ങളായിട്ട് ഉപയോഗിക്കപ്പെട്ടു. ഗുപ്തകാലത്ത് ഇന്ത്യ രൂപപ്പെട്ട സാമന്ത വ്യവസ്ഥിതിയുടെ സവിശേഷതകൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഫസ്റ്റ് വൺ, കൈത്തൊഴിലും വ്യാപാരവുമായിരുന്നു. ഭൂമിദാനത്തിന്റെ ഫലമായി ഉണ്ടായ കൃഷിയുടെ വ്യാപനം കാർഷികേതര പ്രവർത്തന വികസനത്തിലേക്ക് നയിച്ചു. വിവിധ തരം കൈത്തൊഴിലുകൾ ജനങ്ങൾ ജീവിതമാർഗമായി സ്വീകരിച്ചു. പുരാവസ്തുക്കളിൽ നിന്നും സാഹിത്യ കൃതികളിൽ നിന്നും ഇക്കാലത്ത് കൈത്തൊഴിലുകൾ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഉത്ഖനനങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള പുരാവസ്തുക്കളെ കുറിച്ച് വിവരങ്ങൾ ചുവടെ ചേർത്തിട്ടുണ്ട്. അപ്പൊ കണ്ടെത്തിയിട്ടുള്ള പുരാവസ്തുക്കളൊക്കെ എന്താ, മൺപാത്രങ്ങള്, സ്വർണം, വെള്ളി, വിലപിടിപ്പുള്ള കല്ലുകൾ എന്നിവയിൽ തീർത്ത ആഭരണങ്ങള്, മുത്തുകള്, ചില്ലുകൊണ്ടുള്ള വസ്തുക്കള്, പട്ട്, പരുത്തുണ്ണി വസ്ത്രങ്ങൾ, ആനക്കൊമ്പി തീർത്ത ശില്പങ്ങളൊക്കെ എന്താണ്, ആ ഒരു കാലഘട്ടത്തിൽ കണ്ടെത്തിയിട്ടുള്ള പുരാതന വസ്തുക്കളാണ്. ഇനി വിവിധ കൈത്തൊഴിലിൽ ഏർപ്പെട്ടവർ അവരുടെ കൂട്ടായ്മകൾ രൂപീകരിച്ചു. അവ ഗിൽഡുകൾ അഥവാ ശ്രേണികൾ എന്നറിയപ്പെട്ടു. ഭരണകൂടം ശ്രേണികൾക്ക് അധികാരം നൽകി. ശ്രേണികളിലെ അംഗങ്ങൾക്ക് അതിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടിയിരുന്നു. അപ്പൊ ഗിൽഡുകൾ എന്ന് പറഞ്ഞ എന്താ, ഇപ്പൊ ഓരോ തൊഴിൽ കൂട്ടങ്ങള്, അപ്പൊ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ മരപ്പണിക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്യും, അവര് മരപ്പണിക്കാരുടെ ഒരു സംഘം രൂപീകരിക്കും. അപ്പൊ ആ സംഘത്തെയാണ് എന്ത് വിളിക്കുന്നത്, ശ്രേണികൾ അല്ലെങ്കിൽ ഗിൽഡുകൾ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ സ്വർണ്ണപ്പണിക്കാരാണെങ്കിൽ അവര് സംഘം ചേർന്ന് ഒരു കൂട്ടം ഉണ്ടാവും. ഇപ്പൊ യൂണിയൻ ഒക്കെ ഇല്ലേ, ഓരോ സംഘടനയ്ക്കും അല്ലെങ്കിൽ ഓരോ തൊഴിലുകൾക്കും ഓരോ യൂണിയൻ ഉണ്ടല്ലോ. അതുപോലെ തന്നെ അന്നത്തെ ഒരു രൂപമാണ് ശ്രേണികൾ അല്ലെങ്കിൽ ഗിൽഡുകൾ. ഇന്നത്തെ യൂണിയന്റെ ഒരു വകഭേദമാണ് അന്ന് ശ്രേണികൾ അല്ലെങ്കിൽ എന്താണ്, ഗിൽഡുകൾ എന്ന് വിളിച്ചിരുന്നത്. കൈത്തൊഴിലുകളുടെയും കച്ചവടക്കാരുടെയും സംഘടനയായിരുന്നു ശ്രേണികൾ. അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക, ഉൽപാദനത്തെ നിയന്ത്രിക്കുക, ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുക എന്നിവയായിരുന്നു ഇവരുടെ ചുമതല. ഇപ്പൊ ഉള്ള പോലെ തന്നെയാണ് ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇത്തരത്തിലുള്ള സംഘങ്ങളിലെ യൂണിയനുകൾ ഉണ്ടല്ലോ, ഓരോ പ്രസ്ഥാനങ്ങൾക്ക് യൂണിയനുകളുണ്ട്. അന്ന് സമയത്തും എന്താണ് ഉണ്ടായിരുന്നത്, അത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപാണെന്ന് ഓർക്കണം, അല്ലെങ്കിൽ എത്രയോ കാലങ്ങൾക്ക് മുൻപാണെന്ന് ഓർക്കണം. ആ ഒരു സമയത്തും ശ്രേണികളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗിൽഡുകളൊക്കെ ഉണ്ടായിരുന്നു. വ്യാപാരവും വാണിജ്യവും. ഗുപ്ത കാലഘട്ട തുടക്കത്തിൽ ആഭ്യന്തര വാണിജ്യം വളരെ വിപുലമായിരുന്നു. കൃഷിക്ക് പുറമെ വിവിധ കൈത്തൊഴിലുകളും കരകൗശല നിർമ്മാണവും നിലനിന്നിരുന്നു. പട്ടികയിൽ നിന്ന് മനസ്സിലാക്കിയല്ലോ, കരകൗശല വിദഗ്ധർ നിർമ്മിച്ച ഇത്തരം ഉൽപ്പന്നങ്ങൾ വ്യാപാരത്തിന് മുഖ്യ ഇനങ്ങളായിരുന്നു. ഏറ്റവും വലിയ ആഭ്യന്തര വ്യാപാര വസ്തുക്കൾ അന്നായിരുന്നു വസ്ത്രം. വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ എന്താണ്, വൻതോതിൽ നിർമ്മിച്ചു. പശ്ചിമേഷ്യ, മധ്യേഷ്യ, ദക്ഷിണപൂർവേഷ്യ, റോം എന്നിവിടങ്ങളിലെ ഗുപ്തന്മാർക്ക് വിദേശ വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. ഈ കാലഘട്ടത്തിൽ പുതിയ വ്യാപാര പാത വികസിച്ചു വന്നു. മികച്ച സ്വർണ്ണാഭരണ നാണയങ്ങളും വെള്ളി, ചെമ്പ് നാണയങ്ങൾ പുറത്തിറക്കി. നഗരശ്രേഷ്ഠി, സർദ എന്നീ വ്യാപാര പ്രമുഖ ഭരണത്തിൽ പങ്കെടുത്തുണ്ടായിരുന്നു. വൈശാലി, പാടലിപുത്രം, കനൌജ്, ശ്രേണവസ്തി, കൗസാംബി, ഉജ്ജയിനി, മധുര മുതലായവ വ്യാപാര പ്രധാനപ്പെട്ട പട്ടണങ്ങളായിരുന്നു. നഗരങ്ങളിലെ സമ്പന്ന കച്ചവടക്കാർ അവർ ഭരണത്തിലും പങ്കാളികളായിരുന്നു. കൂടാതെ 6-ാം നൂറ്റാണ്ടോടെ റോമ സാമ്രാജ്യം തകരുകയും ചൈനക്കാരിൽ നിന്ന് പശ്ചാത്യർ പട്ടുനിർമ്മാണ വിദ്യ പഠിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ വിദേശ വാണിജ്യത്തിൽ വലിയ മന്ദ്യം സംഭവിച്ചു. ഇത് ആഭ്യന്തര വാണിജ്യത്തെയും പ്രതികൂലമായി ബാധിച്ചു. കൈത്തൊഴിലും കരകൗശല വിദ്യയും കച്ചവടത്തിന് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് നീങ്ങുന്ന കുറവായിരുന്നു. അവർ ഗ്രാമങ്ങളിൽ ഒതുങ്ങി ജീവിക്കാൻ തുടങ്ങി. ഇത് കലകളുടെയും കൈത്തൊഴിലുടെയും ഗ്രാമണവൽക്കരണത്തേക്ക് നയിച്ചു. കച്ചവടത്തെ തകർച്ചയും കൈത്തൊഴിലാളികളുടെ കുറവും ഗ്രാമവൽക്കരണവും പല പ്രധാന നഗരങ്ങളിലെയും തകർച്ചയ്ക്ക് കാരണമായി. കൗസംബി, ഹസ്തിനിപുരം,
തക്ഷശില, അയോധ്യ, ഉജ്ജയിനി, മധുര തുടങ്ങിയ നഗരങ്ങളുടെ എല്ലാം പ്രൗഢി നഷ്ടപ്പെട്ടു. 5-ാം നൂറ്റാണ്ടിൽ ചൈനയിൽ നിന്നും സഞ്ചാരിയായിരുന്ന പാഹിയാന്റെ വിവരങ്ങൾ വൻ നഗരങ്ങൾ വിശേഷിപ്പിച്ച പല നഗരങ്ങൾ 7-ാം നൂറ്റാണ്ടിൽ ചൈന സഞ്ചാരിയായ കുനിയാൻ സിംഗിന്റെ വിവരങ്ങൾ ഗ്രാമങ്ങളായി വിവരിക്കുന്നു. അക്കാലത്തുണ്ടായ നഗരങ്ങളുടെ തകർച്ചയെ സൂചിപ്പിക്കുന്ന വിവരങ്ങളാണിത്. അപ്പോ ആ ഒരു 6-ാം നൂറ്റാണ്ടോട് റോമ സാമ്രാജ്യം തകരുന്നതോടെ ചൈനക്കാരിൽ നിന്നും പശ്ചാത്തലർ പട്ടുനിർമ്മാണ വിദ്യയൊക്കെ പഠിക്കുകയും അതുവഴി ഒരുപാട് മാറ്റങ്ങളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. സാമൂഹ്യ ജീവിതം. ഗുപ്തന്മാരുടെ കാലത്ത് രൂപം കൊണ്ട വിവിധ തൊഴിൽ കൂട്ടങ്ങൾ, ശ്രേണികൾ കുറിച്ച് മുമ്പ് നിങ്ങൾ ചർച്ച ചെയ്തല്ലോ. പുതിയ തൊഴിൽ കൂട്ടങ്ങളുടെ ജനവിഭാഗങ്ങളുടെ കടന്നുവരവ് വിവിധ ഉപവിഭാഗങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. നിലനിന്നിരുന്ന വർണ്ണ വ്യവസ്ഥയ്ക്ക് പുതിയ ഉയർന്നു വന്ന തൊഴിൽ കൂട്ടങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നു. ഈ സാഹചര്യത്തിൽ ഓരോ തൊഴിൽ കൂട്ടവും പുതിയ ജാതികളും ഉപജാതികളുമായി തീർന്നു. വ്യത്യസ്ത തൊഴിൽ കൂട്ടങ്ങൾക്ക് പുറമെ അന്യദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവർ, വനങ്ങൾ വസിച്ചിരുന്നവർ, വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ, തമ്മിലുള്ള വിവാഹത്തിലൂടെ ജനിക്കുന്നവർ എന്നിവരെല്ലാം പുതിയ പുതിയ ജാതികളെ തീർന്നു. അങ്ങനെ ജാതി വ്യവസ്ഥ കൂടുതൽ സങ്കീർണമായിട്ട് മാറി. അപ്പൊ ഈ ഗിൽഡുകൾ, ഈ ഇത്തരത്തിലുള്ള ശ്രേണികളിൽ പോലും എന്താണ് ഇത്തരത്തിലുള്ള ജാതി വ്യവസ്ഥയും ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ വിവിധ രീതിയിൽ നിലനിന്നു എന്ന് വേണം കരുതാനായിട്ട്. ഇപ്രകാരം രൂപപ്പെട്ട വ്യവസ്ഥയിൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ എന്നിവർക്ക് സമൂഹം കൽപ്പിച്ചിരുന്ന സ്ഥാനമാറ്റങ്ങൾക്ക് മാറ്റം വന്നില്ല. 7-ാം നൂറ്റാണ്ടുകളിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായിട്ടുള്ള ഹുയാൻ സെങ് ശുദ്രനെ കൃഷിക്കാർ എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ വിവരങ്ങൾ കാർഷിക സമൂഹത്തിൽ ശുദ്രൻ വ്യവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ്. ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തായിരുന്ന അന്തഞ്ചർ എന്ന വിഭാഗത്തെ എന്താണ് തൊട്ടുകൂടാത്തവരെ കണക്കാക്കി. അന്തഞ്ചർ ഏറ്റവും താഴെ കണക്കാക്കപ്പെട്ടിരുന്ന ചണ്ട വ്യവസ്ഥയ്ക്ക് പുറത്തായിരുന്നു അന്തഞ്ചർ. ഈ ഭാഗം തൊട്ടുകൂടാത്തവരായി കണക്കാക്കി. അന്തഞ്ചരിൽ ഏറ്റവും താഴെ കണക്കാക്കപ്പെട്ടിരുന്നത് ചണ്ടാളർ എന്ന ശ്മശാന പാലകരും ചർമ്മകാർ എന്ന തോൽ ഉരിക്കുന്ന വിഭാഗവുമായിരുന്നു. അപ്പൊ ഈ ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തും ആളുകൾ ഒരു തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ വിഭാഗത്തിലും ആളുകളെ തരംതിരിച്ചിരുന്നു. സ്ത്രീകളുടെ പദവി അതാണ്. വകാടക റാണിയായിരുന്ന പ്രഭാവതി ഗുപ്തയെ പോലെ ചില രാജ്ഞിമാർ ആദരിക്കപ്പെട്ടിരുന്നെങ്കിലും പൊതുവെ സ്ത്രീകൾ വളരെ താഴ്ന്ന നിലയിലായിരുന്നു. രാജ്ഞി മുതൽ താഴോട്ട് എല്ലാ വിഭാഗം സ്ത്രീകളും പുരുഷർക്ക് വിധേയരായിരിക്കണം എന്ന് കരുതപ്പെടുന്ന ഉന്നത വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് പോലും പൊതുവെ സമൂഹത്തിൽ ഉയർന്ന പദവിയോ പരിഗണനയോ ലഭിച്ചിരുന്നില്ല. ഒരു ബ്രാഹ്മണ സ്ത്രീക്ക് പോലും ഭൂമി ദാനം ചെയ്യപ്പെട്ടതായി തെളിവില്ല. അപ്പൊ സ്ത്രീകളുടെ ശോചനീയാവസ്ഥയെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. ഇത്രമാത്രം ജാതി വ്യവസ്ഥയിൽ ഉയർന്നു നിൽക്കുന്നതും രാജാവും ഒക്കെ ഉയർന്നു നിൽക്കുമ്പോൾ പോലും ഏറ്റവും ഉന്നത കുല ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് പോലും ഒരു ബഹുമാനമോ അല്ലെങ്കിൽ ഒരു പദവിയോ ആ ഒരു കാലഘട്ടത്തിൽ ലഭിച്ചു. ചാണ്ടാൽ പാഹിയാന്റെ വിവരങ്ങളിൽ ചന്ദ്രഗുപ്ത രണ്ടാമന്റെ ഭരണകാലഘട്ടത്തിൽ 5-ാം നൂറ്റാണ്ട് ഇന്ത്യ സന്ദർശിച്ച ചൈനയിൽ നിന്നുള്ള ബുദ്ധസഞ്ചാരിയായ പാഹിയാൻ ചണ്ടാലിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. നഗരത്തിലേക്കോ കമ്പോളത്തിലേക്കോ പ്രവേശിക്കാൻ ചാണ്ടാർ ഒരു മരക്കപ്പലിൽ അടിച്ച് ശബ്ദമുണ്ടാക്കിയിരുന്നു. ഇവരുടെ വരവ് മുൻകൂട്ടി മനസ്സിലാക്കിയ മേൽജാതിക്കാർ മാറി നിൽക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത്. അപ്പൊ എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. തങ്ങൾ വരുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇവര് മരപ്പലകയിൽ അടിച്ച് ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ഏറ്റവും ഉയർന്ന ജാതിക്കാര് ആ വഴിയിൽ നിന്നൊക്കെ മാറി അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ മാറി നിൽക്കും. കാരണം അവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ഷുദ്രജീവികളെ കാണുന്ന പോലെ ഒരു രീതിയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ വച്ചു പുലർത്തിയിരുന്നതെന്ന് ഓർക്കുക. എന്നറിയപ്പെടുന്ന ഗ്രാമമുഖ്യരുടെ സംഘമാണ് ഗ്രാമത്തിലെ തർക്കങ്ങൾ തീർത്തിരുന്നത്. ഗ്രാമത്തിൽ പ്രധാന ജനവിഭാഗം കർഷകരായിരുന്നു. മരപ്പണിക്കാർ, നെയ്ത്തുകാർ, കാലിമേക്കുന്നവർ എന്നിവരും ഉണ്ടായിരുന്നു. അവരുടെ സംഘങ്ങൾക്ക് ഗ്രാമഭരണത്തിലും പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക. വിപുലമായ അധികാരത്തിലായിരുന്ന ഗുപ്ത രാജാക്കന്മാർ അതോടൊപ്പം അവർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. ഗുപ്ത രാജാക്കന്മാരുടെ കുഴക്കീട് പ്രദേശങ്ങൾ അവിടുത്തെ രാജാക്കന്മാർ തങ്ങളുടെ സമാന്തര കണക്കാക്കി തുടരാൻ അനുവദിച്ചു. അവർക്ക് സ്വയംഭരണം നൽകി. അവരുടെ ഭരണകാര്യങ്ങൾ പിന്തുടർച്ചയിലും ഗുപ്ത രാജാക്കന്മാർ ഇടപെട്ടിരുന്നില്ല. എന്നാൽ നേരിട്ട് ഭരിച്ച പ്രദേശങ്ങൾ വിപുലമായ ഭരണ സംവിധാനം അവിടെ വികസിച്ചു വന്നിരുന്നു. കലയും സാഹിത്യവും. ഗുപ്ത കാലഘട്ടത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ വികസനങ്ങൾ നമ്മൾ കണ്ടുവല്ലോ. ഇതിനോട് യോജിക്കുമായി നിൽക്കുന്ന രീതിയിൽ കാലഘട്ടത്തിൽ കലയും സംസ്കൃത സാഹിത്യവും വളർന്നു വന്നു. വാസ്തുവിദ്യ ശില്പകാലത്ത് ഏറ്റവും പുരോഗതി പ്രാപിച്ചു. നിരവധി ക്ഷേത്രങ്ങൾ ഇക്കാലത്ത് നിർമ്മിക്കപ്പെട്ടു. അവയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഘടനാ ക്ഷേത്രങ്ങളുടെ നിർമ്മിതി. കല്ലും ഇഷ്ടികയും ഉപയോഗിച്ചുള്ള ക്ഷേത്ര നിർമ്മിതി, കൊത്തുപണികള് ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ലോക പ്രശസ്ത അജാന്തയിലെ മഹാരാഷ്ട്ര ഗുഹകൾ ഗുപ്തകാലം ചിത്രീകരിക്കുന്നു. ജനകീയ ജീവിതം, രാജസദസ്, എന്നിവർ ഇവയിൽ ചിത്രീകരണ വിഷയമായി. ഇവയിൽ രാമായണ മഹാഭാരത രംഗങ്ങളും ഇതിവൃത്തങ്ങളുമാണ്. അനേകം നൂറ്റാണ്ട് അതിജീവിച്ച് ഇനിയും ഭംഗിയെ നിലനിർത്തുന്ന ചിത്രങ്ങൾ ഏറെയും തയ്യാറാക്കിയ പ്രകൃതമായിട്ടുള്ള വർണ്ണങ്ങൾ ഉണ്ടായിരുന്നു. ഗുപ്ത കാലഘട്ടത്തിൽ സാഹിത്യ സംസ്കാരത്തിൽ രാജകീയ പ്രോത്സാഹനം ലഭിച്ചു. സംസ്കൃത ഭരണഭാഷയായിരുന്നു. പാലി പോലെ ജനകീയ ഭാഷ ഉപയോഗിച്ചിരുന്നു. ബുദ്ധമതക്കാർ പോലും സംസ്കൃത രചനകൾ നടത്തി. രാമായണവും മഹാഭാരതവും മിക്ക പുരാണങ്ങളും ചിട്ടപ്പെടുത്തി. ഇത് വാമൊഴിയും വരമൊഴിയും ഒക്കെ ആയിട്ടായിരുന്നു. ഇവിടെ അഭിജ്ഞാന ശാകുന്തളം കാളിദാസനായിരുന്നു. സാഹിത്യ വിഭാഗം നാടകത്തിലായിരുന്നു അഭിജ്ഞാന ശാകുന്തളം വരുന്നത്. കുമാരസംഭവം കാളിദാസന്റെ ആയിരുന്നു. കാവ്യമായിരുന്നു കുമാരസംഭവം. അതിലെ മുച്ചകടികം ശൂദ്രകന്റെ ആയിരുന്നു. നാടകമായിരുന്നു അപദത്തം.
ഫാസന്റെ ആയിരുന്നു നാടകമായിരുന്നു. തൃക്കാണ്ടി അത് ഭൃതഹരിയുടെ ആയിരുന്നു വ്യാകരണമായിരുന്നു. അമരകോശം അമരസിംഹന്റെ ആയിരുന്നു, അത് നിഘണ്ടുവായിരുന്നു കേട്ടോ. സംസ്കൃത നാടകങ്ങൾ ലോക പ്രശസ്തമായെങ്കിലും അവ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഉന്നത പുരുഷ കഥാപാത്രങ്ങൾ മാത്രമേ സംസ്കൃത ഭാഷ സംസാരിച്ചിരുന്നുള്ളൂ. രാജ്ഞി അടക്കമുള്ള സ്ത്രീകൾ താഴ്ന്നതായി കണക്കാക്കപ്പെട്ടിരുന്ന ജാതികളിലും പുരുഷ കഥാപാത്രങ്ങൾ പ്രാകൃത് ഭാഷ പറയണമായിരുന്നു. ഇന്ത്യൻ തത്വചിന്തയ്ക്ക് അടിസ്ഥാനമിട്ട ചില ദർശനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നു. ഷഡ് ദർശനങ്ങൾ എന്നറിയപ്പെട്ടവ പരസ്പര സംവാദങ്ങളിലൂടെ രൂപപ്പെട്ടവയാണ്. ആദർശം അവയുടെ വക്താക്കൾ നമുക്കൊന്ന് പരിചയപ്പെടാം. സംഖ്യം കപിലനാണ്, യോഗ പതഞ്ജലി, ന്യായ ഗൗതമൻ, വൈശേഷിക. ഇന്ത്യൻ തത്വചിന്തയ്ക്ക് അടിസ്ഥാനമിട്ട ചില ദർശനങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ ഉയർന്നു വന്നു. ഷഡ് ദർശനങ്ങൾ എന്നാണിത് അറിയപ്പെട്ടിരുന്നത്. ശാസ്ത്രം. ഗുപ്തകാലത്തെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിരുന്നത് പ്രധാനമായും ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം, വൈദ്യശാസ്ത്രം എന്നീ മേഖലകളിലായിരുന്നു. വരാഹമിഹിരന്റെ ബൃഹസാഹിത്യവും ആര്യഭടന്റെ ആര്യഭടീയവും അമരസിംഹന്റെ അമരകോശവും ഇക്കാലത്ത് രചിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. ലോഹ സംസ്കാരം. സി 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഡൽഹി കാലത്തെ മൗഖറിൽ നിൽക്കുന്ന ഇരുമ്പ് സ്തംഭം അക്കാലത്തെ ലോക സംസ്കാര സാങ്കേതിക വിദ്യക്ക് ഉദാഹരണമാണ്. നൂറ്റാണ്ടിലെ മഴയും വെയിലും വെച്ച് നിൽക്കുന്ന ഈ ഒരു ഇരുമ്പ് സ്തംഭം ഇപ്പോഴും തുരുമ്പിക്കാതെ നിലനിൽക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലേക്ക്. ഗുപ്ത രാജാക്കന്മാർ ബ്രാഹ്മണന്മാർക്ക് ഭൂമിദാനം നൽകിയതിനെ കുറിച്ച് മുൻപ് ചർച്ച ചെയ്തല്ലോ. സി 6-ാം നൂറ്റാണ്ടോടെ ഭൂമിദാനം ചെയ്ത പതിവ് ദക്ഷിണേന്ത്യയിലേക്ക് വ്യാപിച്ചു. ഇതിന് കാരണം ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്കുള്ള ബ്രാഹ്മണന്മാരുടെ കുടിയേറ്റവും. എല്ലാവരും പാണ്ഡ്യരായിരുന്നു. ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിലെ പ്രധാന രാജവംശങ്ങൾ അവർ ബ്രാഹ്മണന്മാർക്കും ക്ഷേത്രങ്ങൾക്കും ഭൂമിദാനം ചെയ്തു. ഇതിന്റെ ഫലമായി ദക്ഷിണേന്ത്യയുടെ സമൂഹത്തിൽ സമ്പദ് വ്യവസ്ഥയിലും ബ്രാഹ്മണർക്ക് ഉയർന്ന സ്ഥാനം ലഭിച്ചു. ബ്രാഹ്മണർക്ക് ഭൂമിദാനം ചെയ്യുന്ന പ്രദേശങ്ങളിൽ കൃഷി വികസിക്കുകയും കാരണമായി. മുൻപ് സൂചിപ്പിച്ചിരുന്ന പോലെ ബ്രാഹ്മണ കൃഷിയുടെ സാങ്കേതിക വിദ്യയെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചുള്ള അറിവ് കൃഷിയുടെ വ്യാപനത്തെ സഹായകമായി. രാജാക്കന്മാർ ഭരണകൂടങ്ങളും ജലസ്തംഭനം നിർമ്മിച്ച് ജലസേചന സൗകര്യങ്ങളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഒരുക്കിയിരുന്നു. ബ്രാഹ്മണന്മാർ പല്ലവ രാജ്യത്ത് കാർഷിക പുരോഗതി ഉണ്ടായി. കൃഷിയിലെ ഉൽപാദന മിച്ചം വ്യാപാരത്തിന് പുരോഗതി കാരണമായി. ആഭ്യന്തര വ്യാപാരത്തിനോടൊപ്പം സമുദ്ര വ്യാപാരവും വളർന്നു. മഹാബലിപുരം പല്ലവരുടെയും തിരക്കേറിയ തുറമുഖമായി. നാഗപട്ടണമായിരുന്നു മറ്റൊരു തുറമുഖം. പാണ്ഡ്യരാജ്യത്തെ വ്യാപാരത്തിന്റെ സവിശേഷതയായിരുന്നു വാണിജ്യ സമൂഹങ്ങൾ. ഉത്തരേന്ത്യൻ ശ്രേണികൾ എന്നറിയപ്പെടുന്ന കച്ചവട കൂട്ടായ്മ ദക്ഷിണേന്ത്യയിൽ വാണിജ്യ സമൂഹങ്ങൾ അറിയപ്പെട്ടു. ഓരോ ഉൽപ്പന്നത്തിന്റെയും വ്യാപാരത്തിന്റെയും ഓരോ വണിക സംഘം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നാഗർത്തൻ വ്യാപാരം കുരുമുളക്, ചന്ദനം, സ്വർണം, മുത്ത് എന്നിവയായിരുന്നു പാണ്ഡ്യയുടെ പ്രധാനപ്പെട്ട കയറ്റുമതി ഇനങ്ങൾ. കോർഗൈ, കായൽ, പട്ടണം, പെരിയ പട്ടണം മുതലായവ മുഖങ്ങൾ വഴി റോമൻ, ഗ്രീക്ക്, ചൈനീസ്, അറബി വ്യാപാരവുമായി പാണ്ഡ്യർ കച്ചവടം നടത്തിപ്പോന്നു. കൃഷിയുടെ വ്യാപനവും വളർച്ചയ്ക്കുമായി വ്യത്യസ്ത തൊഴിലുകൾ പല്ലവ പാണ്ഡ്യ രാജ്യങ്ങൾക്ക് നികുതി മാർഗങ്ങളായി മാറി. ഭൂനികുതിയായിരുന്നു പ്രധാന ഇതിന്റെ വിളവ്. 10-1 6 നൽകണമെന്നായിരുന്നു വ്യവസ്ഥ. വ്യത്യസ്ത തൊഴിലുകൾ ചെയ്യുന്നവർ നികുതി അടക്കണമായിരുന്നു. ക്ഷേത്രങ്ങളിൽ ദാനം ചെയ്യപ്പെട്ട ബ്രഹ്മോദയം, ബ്രാഹ്മണന്മാർ താമസിക്കുന്ന അഗ്രഹാരം എന്നിവയ്ക്ക് ഭൂനികുതി ഒഴിവാക്കിയിരുന്നു. അപ്പൊ ബ്രാഹ്മണന്മാരിൽ നികുതി ഒഴിവാക്കിയിരുന്നു. മറ്റുള്ളവരിലൊക്കെ എന്താണ് കൃത്യമായിട്ട് നികുതി നൽകണമായിരുന്നു. അപ്പോ ബ്രഹ്മസം അഥവാ ബ്രഹ്മോദയം എന്ന് പറഞ്ഞ ഒരു കൂട്ടം ബ്രാഹ്മണർക്ക് ദാനമായി നൽകിയ ഭൂമിയെ ബ്രഹ്മോദയം എന്നും വിളിച്ചിരുന്നത്. അഗ്രഹാരം എന്ന് വെച്ചാൽ ബ്രാഹ്മണർക്ക് അഗ്രഹാരങ്ങൾ എന്നറിയപ്പെട്ടിരുന്നു. ബ്രാഹ്മണ ഗ്രാമങ്ങളാണ് അഗ്രഹാരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ദേവസ്വം അഥവാ ദേവദാനോ, ദേവന് അഥവാ ക്ഷേത്രത്തിന് ദാനം ചെയ്യപ്പെട്ട ഭൂമിയാണ് ദേവദാനം എന്ന് വിളിക്കപ്പെട്ടത്. ക്ഷേത്ര നടത്തിപ്പുകാരൻ ഈ ഭൂമിയിൽ നോക്കി നടത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. പല്ലവ പാണ്ഡ്യ പ്രദേശങ്ങളിൽ സമൂഹം ജാതി വ്യവസ്ഥ അധിഷ്ഠിതമായിരുന്നു. ബ്രാഹ്മദേയങ്ങൾ എന്ന പേരിൽ ധാരാളം ഭൂമിദാനം ലഭിച്ച ബ്രാഹ്മണന്മാർ സമ്പന്നനും സമൂഹത്തിൽ ഉന്നത സ്ഥാനവും ഉള്ളവരായിരുന്നു. കീഴ്ജാതികളിൽ കാണപ്പെട്ടവർ പല അവസ്ഥകളും അനുഭവിച്ചിരുന്നു. വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്തുള്ള വിഭാഗങ്ങളായിരുന്നു. പല്ലവ പാണ്ഡ്യ പ്രദേശങ്ങളിൽ ഗ്രാമ സ്വയംഭരണം നിന്നിരുന്നു. ഗ്രാമ കോടതികൾ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ, നീതിന്യായം എന്നിവ നടപ്പിലാക്കാനും ഒരുമിച്ച് കൂടി ചർച്ച ചെയ്ത് തർക്കങ്ങളും നിർപ്പലാക്കലും ഉണ്ടായിരുന്നു. ഇതിലൊന്നും തന്നെ രാജാക്കന്മാർ ഇടപെട്ടിരുന്നില്ല. ആചാരങ്ങൾ, ആരാധനക്രമങ്ങൾ, ജാതി നിയമങ്ങൾ ഇവയെല്ലാം രാജാക്കന്മാർ കൈകടത്തിയിരുന്നുമില്ല. അപ്പൊ ഇത്തരത്തിൽ ഭൂമി ദാനമായി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ബ്രാഹ്മണന്മാർക്ക് ഫുൾ അധികാരവും അവർക്ക് ലഭിച്ചിരുന്നു. ബ്രാഹ്മണ മതത്തിന്റെയും ഭക്തിയുടെയും ആശയങ്ങളാണ് അക്കാലത്ത് ദക്ഷിണ സമൂഹത്തിന് പ്രചരിപ്പിച്ചത്. പല്ലവൻ സംസ്കാരത്തിന്റെയും പ്രോത്സാഹിപ്പിച്ചു. വല്ലഭ രാജാവായിട്ടുള്ള മഹേന്ദ്രവർമ്മ 1-ാമൻ സംസ്കൃതത്തിൽ പണ്ഡിതനായിരുന്നു. മത്തവിലാസ പ്രഹസൻ എന്ന അദ്ദേഹം രചിച്ച കൃതിയാണ്. ദക്ഷിണേന്ത്യ ക്ഷേത്രങ്ങൾ അക്കാലത്ത് ജനജീവിതത്തെ കാര്യമായി സ്വാധീനം ചെലുത്തിയിരുന്നു. ക്ഷേത്രങ്ങൾ അക്കാലത്ത് പ്രധാന കലാനിർമ്മിതിയായിരുന്നു. കാഞ്ചീപുരം, മഹാബലിപുരം, മധുര എന്നിവിടങ്ങളിൽ അക്കാലത്ത് പ്രധാന ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ദ്രാവിഡ ശൈലിയും ദക്ഷിണേന്ത്യൻ ക്ഷേത്ര നിർമ്മാണ ശൈലി പല്ലവരുടെ കാലത്ത് രൂപപ്പെട്ടു. കാലക്രമേണ ക്ഷേത്ര നിർമ്മാണം 3 ഘട്ടങ്ങളിലായി വികാസം പ്രാപിച്ചു. ഒന്ന് പാറ വെട്ടി നിർമ്മിക്കുന്ന ക്ഷേത്രങ്ങൾ, മറ്റൊന്ന് ഒറ്റക്കല്ലിൽ തീർത്ത രഥക്ഷേത്രങ്ങൾ, മറ്റൊന്ന് ഘടനാക്ഷേത്രങ്ങൾ എന്ന് 3 രീതിയിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ക്ഷേത്രങ്ങളും കല്ല് കൊത്തിയ ക്ഷേത്രങ്ങളും കാണാവും തമിഴ്നാട്ടിലെ മഹാബലിപുരത്താണ്. മാമല്ലപുരം എന്നുകൂടി അറിയപ്പെടുന്ന മഹാബലിപുരം ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഒറ്റക്കല്ലിൽ തീർത്ത
പാണ്ഡവരെ സൂചിപ്പിക്കുന്ന 5 രഥക്ഷേത്രങ്ങളും കടൽത്തീരത്ത് നിർമ്മിച്ച ഷോർ ടെമ്പിളും പല്ലവരുടെ വാസ്തുശില്പയുടെ മികച്ച ഉദാഹരണങ്ങളാണ്. പാറയിൽ കൊത്തുപണിയാറുള്ള അർജുന തപസ്, അതുപോലെ മഹിഷ്ണ സുദർശന എന്നിവ പല്ലവരുടെ മറ്റു ഉദാഹരണങ്ങളാണ്. യുനെസ്കോ പൈതൃക പട്ടികയിൽ മഹാബലിപുരത്ത് ഇത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും എന്താണ്, ഗുപ്തകാലത്ത് ഭൂമിദാനവും പ്രത്യാഘാതങ്ങളും അതുപോലെ വിവിധ നിർമ്മാണ ശൈലികള്, ഗുപ്തകാലയുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെയാണ് പ്രധാനമായിട്ട് ഒരു ചാപ്റ്ററിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ നമുക്ക് മറ്റൊരു SCERT ചാപ്റ്ററുമായി കാണാം. താങ്ക് യു സോ മച്ച്.